എന്താ ഭാസ്കേട്ടാ വിവരം വല്ലതും തീർന്നു എന്നാ കേട്ടത്? ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. സഞ്ജു സാംസൺ CSK മഞ്ഞക്കുപ്പായം അണിഞ്ഞിട്ടുള്ള ആദ്യത്തെ മാച്ചും അതും സഞ്ജുവിന്റെ പഴയ ഹോം ടീമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിനെതിരെ 8 നില പൊട്ടിയെന്നുള്ളതാണ് CSK. വസു തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. 8 നില പൊട്ടി, എല്ലാ സൈഡും പരാജയം. ബാറ്റിംഗ് പരാജയം, ബോളിംഗ് പരാജയം, ഫീൽഡിംഗ് അതിനേക്കാളും വലിയ പരാജയം. എന്റെ ദൈവമേ, എനിക്ക് തോന്നുന്നു ഈ വട്ടത്തെ ഇന്നത്തെ കളി കണ്ട് സീരിയസ്ലി ഇതുവരെ കളിച്ച എല്ലാ ടീംസിലും ഏറ്റവും മോശം ടീമായിട്ടാണ് എനിക്ക് CSKയുടെ കാര്യം തോന്നിയത്. സത്യം, ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ഭയങ്കര ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒട്ടും ഒരു ഇതില്ല. നമുക്കൊരു പ്രതീക്ഷിക്കാൻ വേണ്ടിട്ട് ഇവൻ ഉണ്ടല്ലോ എങ്കിൽ സൂപ്പർ എന്ന് തോന്നിക്കുന്ന ആരുമില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. കേവലം ടെസ്റ്റ് മാച്ച്, അതും இந்த கேவல பாகிஸ்தான் டீம் கூட இவ்வளவு கேவலமா டெஸ்ட் மேட்ச்ல கூட இவ்வளவு கேவலமா ஆடப்பல அந்த அளவுக்கு கேவலமா விளையாடிட்டு இருக்கானுங்க. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ஸோ நீங்கள் ஒன்றும் இல்லை, இந்த ஒரு சீசன்லேயும் ஒரு ஜோக்கர் டீம் இருக்கும் தெரியுமா? இந்த வருஷம் IPL CSK தான் ஜோக்கர் டீம். ചേട്ടാളാ இந்த வருஷம் ചേട്ടാ இருந்தாலும் யார் இருந்தாலும் சரி ப்ரோ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ஏப்ரல் 5ஆம் தேதி அடிக்கிற அடியில் CSK டீமே IPL இருக்காது ப்ரோ, காணாம போயிடும். சார் இந்த மாதிரி டேபிள் லாஸ்ட்டில் தான் இந்த வருஷமும் முடிப்பானுங்க. ஃபைனல் ஏன் குவாலிஃபை கூட ஆக மாட்டானுங்க. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.